വാട്സ്ആപ്പ് ബോയ്സ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഒരു വ്ളോഗായിട്ട് പിന്നെയും വ്ളോഗായിട്ട് വരാതെ എല്ലാ ദിവസവും ഡെയിലി വ്ളോഗായിട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ബോയ്സ് ഇന്നലെ എന്നെ കാണാൻ വേണ്ടി അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടി മാത്രം 2 പയ്യന്മാർ വന്ന്, അവർ ഓൾറെഡി ഇന്നലെ രാത്രി വന്നേ. അത് ഞാൻ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ആദ്യം. എന്നെ കാണാൻ വേണ്ടി 2 ആൾക്കാർ വന്നിട്ടുണ്ട്, അതും ബാംഗ്ലൂരിൽ നിന്ന്. അത് സ്വന്തമായിട്ട് ബൈക്ക് ഓടിച്ച് വീട്ടിലുള്ള ആൾക്കാർ എന്താ ട്രെയിനിൽ പോകാൻ പറഞ്ഞിട്ട് അവർ റെന്റ് ബൈക്ക് എടുത്തിട്ടൊക്കെ ഇവിടെ എത്തിയത്. അവന്മാരെൻ്റെ അമ്മേനെ കണക്ട് ചെയ്ത് എങ്ങനെയും എൻ്റെ വീടൊക്കെ കണ്ടുപിടിച്ച്, വീട് അറിയത്തില്ല അമ്മയുടെ കട അറിയായിരുന്നു. അങ്ങനെ കണ്ടുപിടിച്ച് എന്നെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് എത്തിയിട്ടുണ്ട് അവന്മാർ. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയൂ. व्लॉग्स देखने के बाद अब सीधा सामने मीटअप हो गया. अरे अभी कुछ शब्द नहीं बोलने के लिए. एकदम हम लोग खड़ रहे थे, एकदम आगे कार रुकी और बोल रहे चिल्लाने लगा क्या. अरे ഞാനിവിടെ കൊണ്ടുവന്ന് ഈ വണ്ടി നിർത്തിയപ്പോൾ തന്നെ ഇവന്മാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവന്മാർ എനിക്ക് ലൊക്കേഷൻ തന്നു ഇവിടെ വരാൻ വേണ്ടി. അപ്പൊ തന്നെ കണ്ടപ്പോൾ ഇവന്മാർ എക്സൈറ്റ്മെന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന്മാർ തന്നെയാണെന്ന്. മലയാളം ഒന്നും മനസ്സിലാവുന്നില്ല. मलयालम समझ में ही नहीं आ रहा होगा मगर हाँ बस मुझे देखने के लिए आए. अरे वाह, अलग ही कमिटमेंट है यार. हाँ बस ये भी बताने आया कि मतलब मैं व्लॉग नहीं डाल रहा करके. कमेंट्स भी करो गाइस व्लॉग्स डालने के. अरे हम्बल है करो, एकदम प्ले करते हैं. हाँ तो यार बोल के उठावा बस. നിന്നെ കാണാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർ വന്നിരിക്കുക. പറ എന്തെങ്കിലും. ഒന്നും കിട്ടുന്നില്ല, വായിന്നില്ല. മേടിച്ചു കൊടുത്തില്ല. ഞാനിവിടെ പൊട്ടി 12 മണിക്കുന്നത്. പോയി മേടിച്ചു കൊടുത്തില്ല. 10 പൈസയില്ല കയ്യില്. ഇവര് ഇന്നലെ ഇവിടെ നിന്ന് ഇറങ്ങി, ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയതാ എന്നെ കാണാൻ വേണ്ടി. നിന്റെ ഹിന്ദി വാച്ചറാണ് അവര്. നിങ്ങൾ എന്തായാലും വണ്ടി കയറും, നീ പോട്ടാ. കോഴിക്കോടത്തെ കഥയൊന്നും പറഞ്ഞില്ല. കോഴിക്കോടാ? അത് പറയാൻ കുറെ ഉണ്ട്. എന്തൊരു ബാക്കിലൊക്കെ ഒരു ടൈറ്റ് ലൂസായ പോലെ. നിനക്ക് ബാക്ക് തൊട്ടാ മനസ്സിലാവല്ലേ ടൈറ്റ് ആണോ ലൂസ് ആണെന്ന്. എത്ര ബാക്ക് തൊടാറുണ്ട് പോയപ്പോ കണ്ടല്ല. അപ്പൊ അവരിപ്പോ എന്റെ വീട്ടിലുള്ള അവരിപ്പോ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നത്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സബ് ടൈറ്റിൽ നല്ല ഇருக்கு. അവര് അച്ഛനും അമ്മയും അവര് തമിഴ്നാട്ടില്, അവർ ജനിച്ചത് കർണാടകയില, സംസാരിക്കുന്ന ഉറുദുവാ. അങ്ങനെ എന്നാലും ഇവന്മാരിപ്പോ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് അവന്മാരെ ഞാൻ ഒന്ന് ആലപ്പുഴ ചുറ്റിക്കാം. സത്യം പറഞ്ഞ അവന്മാരെ എനിക്ക് മൂന്നാറിൽ അവളുടെ കൊണ്ട് ഫുഡ് തീറ്റിച്ച് എല്ലാം തീറ്റിച്ച് ഒരു തീരുമാനമാക്കി വീട്ടിൽ വിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവന്മാർ വന്നതില്ലേ, കുറച്ച് ടൈറ്റില്ല. അത് അവന്മാർക്ക് എന്താ പറഞ്ഞത്, കുറച്ചേറെ ടൈറ്റില്ലേ. ഈ വണ്ടിയിൽ ഞാൻ ഇന്നലെ 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചത്, ആദ്യമായിട്ട് മേടിച്ച് കഴിഞ്ഞിട്ട് 1000 രൂപയ്ക്ക് ഫുൾ ടാങ്ക് മാത്രം അടിക്കുന്നത് ഞാൻ. ഓർത്തൊക്കെ എന്റെ ഗതികൾ എന്തായിരുന്നു. അതുകൊണ്ടല്ലേ പിന്നെ ഇവന്മാർ ഇപ്പൊ കൊണ്ടുപോയത്. അമ്മമാരത് ഈ ബൈക്ക് റെന്റ് എടുത്ത് വന്നതാ. ഇതല്ലേ അമ്മമാരെ വീട്ടുകാർ കാണുന്ന അറിയത്തില്ല. വീട്ടിലെ അമ്മമാര് എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുത്ത് വന്നെന്നൊക്കെ പറഞ്ഞാൽ വന്നത്. അത് അറിയത് 19 വയസ്സുള്ള അമ്മമാർ. കുറച്ചേറെ ചിലവുണ്ടായിരുന്നുണ്ട്. അല്ലെങ്കിൽ മോനെ കറക്കി തീറ്റിച്ചൊരു തീരുമാനമൊക്കെ എടുത്തേ. അമ്മ അവരെ കഴിച്ച് എന്താ ഒരു തീരുമാനമാക്കിയല്ലേ. അമ്മമാരെ 7 മുട്ട കഴിച്ചത് കേട്ടാ, പുഴുങ്ങിയതും ഇതെല്ലാം കൂടി, മീനും മുട്ടയെ കൂടി ഏകദേശം തീരുമാനമായി അമ്മമാർക്ക്. ബോയ്സ് അവരെ ആദ്യം തന്നെ കായൽ കാണാൻ കൊണ്ടുവന്നു. ബിഗ്ഗസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ. ഹൗസ് ബോട്ടൊക്കെ ഉണ്ടത് അവിടെ പ്ലാറ്റ്ഫോമും ഉണ്ട്. ഇന്ന് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിക്കും. ചാടി കേട്ടോ, അവന് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനൊരു ഉന്മേഷത്തിൽ പറഞ്ഞ ഇത് മുങ്ങത്തില്ലെന്നും പറഞ്ഞ് ഉറപ്പില്ലായിരുന്നു എനിക്ക്. ഹൗസ് ബോട്ടൊക്കെ വരാൻ നേരത്ത് ഇങ്ങനെ കയറാൻ വേണ്ടിയാ. ഇവിടുന്ന് അവിടം വരെ നീന്താൻ കിടലായിരിക്കും. എൻ്റെ മനസ്സിൽ ഇടക്കിടക്ക് തോന്നിയിട്ടുണ്ട് ഇവിടുന്ന് അവിടം വരെ നീന്തി നോക്കട്ടെ എന്ന്. വേണ്ട, അതിലൊക്കെ ആരെങ്കിലൊക്കെ തെറി പറയും. പിന്നെ വഴി വെച്ച് അമീബയൊക്കെ മൂക്കി കയറി കഴിഞ്ഞാൽ ടെൻഷനാണ്. ഞാനിപ്പോൾ ഇവർക്ക് ഓരോരോ സ്ഥലം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വരെ Q&A വീഡിയോയ്ക്ക് അതൊന്നും സ്ഥലം കാണിക്കാൻ. ഇപ്പോൾ അവർക്ക് നീന്താൻ അറിഞ്ഞത് വേറെ കാര്യം. വരും ആജോ ഉസ്കോ ഭി ദേഖ് ലേ, ഗിരേനാ. ഈ വെള്ളം തന്നെ ഇങ്ങനെ ഞങ്ങൾ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. വെള്ളമൊക്കെ ഞാൻ കുറെ കാണിച്ച്. ഇനി നമുക്ക് കുറച്ച് ഫുഡിലോട്ടൊക്കെ പിടിക്കാം. ഫുഡ് ഓൾറെഡി എൻ്റെ വീട്ടിൽ നിന്നൊക്കെ കഴിച്ചതാണ്. ഇവരെ മൂന്നാർ കൊണ്ടുവന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ ഇനി സമയമില്ല. പിന്നെ നമ്മുടെ സാഹചര്യം. നമ്മള് നമ്മുടെ 2ാമത്തെ കഷിനെ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. രണ്ടുപേരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവന്റെ വീട്ടിലോട്ട് പോവാ. ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ്. ഞങ്ങളെല്ലാം ആദ്യമായിട്ടാണ്. ഞാനാ വിളിക്കുന്നത്. അവന്റെ പട്ടി വരുന്ന അവിടെ. അവന്റെ പട്ടി ഓടി വരുന്നുണ്ടാ. അവന്മാര് കാണാൻ വന്നേ. അവന്മാര് എന്റെ ഹിന്ദി വ്ളോഗ് കാണുന്നത്. ഹിന്ദി ഫാൻസാ അവന്മാര്. എങ്ങനെ വന്നു? അവന്മാര് ബൈക്കിൽ വന്നു 12 മണിക്കൂർ. ബൈക്കല്ല
എന്നെ കാണാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ബൈക്കേ വന്നാ? എന്റെ വീട്ടിൽ പോവുകയാണ്. എന്തായാലും ഞാൻ ക്യാമറ വെച്ച് എന്റെ വീട്ടിലോട്ട് കിടന്നു. എടാ കഴിച്ചിട്ട് ഇറങ്ങിയ കുഴപ്പമില്ലെന്നാ. ചെറുതായിട്ട് ഇറങ്ങാൻ തോന്നുന്നില്ല. ലൈറ്റായിട്ട് കഴിക്കാം. കുറച്ചു നേരം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. കഴിച്ചതായിരുന്നു സീസൺ പപ്സ. ചക്ക കഴിച്ച് ഞാൻ കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അവന്മാര് കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളായിരുന്നു. ഇപ്പൊ അവന്മാരെ ഞാൻ ഓൾറെഡി കഴിപ്പിച്ചിറക്കിയത്. അവന്മാരെ ഇനിയും കഴിക്കണം. അവന്മാര് നിയമ 5-6 മുട്ടയും മീനും പിന്നെ മീനും മുട്ടയൊക്കെ കഴിച്ചിട്ട് വന്നത്. അമ്മ പാവങ്ങള് ഇവന്മാരെക്കൂടി ചക്കപ്പുഴുക്ക് ഇറങ്ങും തോന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ചക്കപ്പുഴുക്ക് കഴിച്ചത്. ഞാൻ പോലും കഴിച്ചിട്ടില്ല. എനിക്ക് കഴിച്ചപ്പോഴേ മനസ്സിലായി ഇവന്മാർക്ക് ഒത്തുകത്തില്ലെന്ന്. അതവിടുന്ന് പിന്നെ ഒരു കഥയായിരുന്നു. അവന്റെ കണ്ടം ചാടാൻ പോവുകയാണ്. ഓ ഈസി യാ. Now who is next? അവിടം വരെ എത്തിയില്ലെങ്കിൽ വെള്ള ഷൂ വെള്ളത്തിലായിരിക്കും. Messi, immens Messi, encara 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 Messi, gol. ചാടി തീരുമാനം എന്ത് ചെയ്യാൻ തെന്നിപ്പോയി. അവസാനം എന്റെ ഷൂ ഞാൻ രക്ഷപ്പെടുന്ന വിചാരിച്ചു. ഷൂ എടുത്ത് വലിച്ചെറിയേണ്ടതായിരുന്നു. ഞാൻ ഫോൺ എടുത്തപ്പോൾ വലിച്ചെറിഞ്ഞ ഷൂ എടുത്തെറിഞ്ഞില്ല. ഒന്ന് കറുത്തു പോയത്. എനിക്ക് എന്തോ കണക്കിപ്പോ 17. ഇതെന്തായാലും ഇനി വാഷിംഗ് മെഷീനിലിട്ട് വെളുത്ത് വന്നാൽ മാത്രമേ എനിക്കൊരു സ്വസ്ഥത കാണത്തുള്ളൂ. അങ്ങനെ ഷൂ ഒക്കെ കറുത്തു എന്ന് ഇനി വെള്ളത്തിൽ മുക്കിയിട്ടെടുക്കുക. ബോയ്സ്, ഞാൻ ഇവന്മാരെ കൊണ്ട് കള്ള് ഷാപ്പിൽ എത്തിയിട്ടുണ്ട്. അല്ലെ, കുടിക്കുന്നൊന്നുമില്ല അവന്മാർ. എന്തായാലും ഇവന്മാരൊക്കെ ഇനി കഴിക്കാൻ വരുന്നത് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. തലക്കേറ്റാ കുറച്ചുകൂടി. എന്തായാലും കണ്ടത്തിലൊക്കെ വീണതല്ലേ ഞാൻ. ബോയ്സ്, അവന്മാർക്ക് വേണ്ടത് ഞാൻ ഡക്കും ദോശയും പൊറോട്ടയൊക്കെ, ദോശയല്ല അക്കാർച്ചയൊക്കെ മേടിച്ചിട്ടുണ്ട്. അമ്മമാരൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിളി പോയിരുന്നാൽ മതി. ബോയ്സ്, അമ്മമാർക്ക് പറയുന്നത് കള്ളപ്പന്മാർക്ക് ഇത് ഹറാമായതുകൊണ്ട് വേണ്ടത് ചെറുതായിട്ട്. എനിക്കറിയില്ല അവന്മാരെ വെറുതെ കഴിപ്പിച്ചിട്ട് വേറെ സീനാക്കാം. ബോയ്സ്, മീൻ ഫ്രൈ വന്നു, കരിമീനും വന്നു. ബോയ്സ്, ഈ കരിമീൻ കൊള്ളാമില്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം. ഇത് കരിമീനാണ്. അച്ഛാ മിൽത്താരികെ അച്ഛനെ ഇത് കൊള്ളത്തില്ല. ഇതെന്തുവാണ് ഞാൻ കഴിച്ചിട്ട് ഇത് കരിമീൻ തന്നെ ആണെന്ന് മനസ്സിലാവുന്നില്ല. കക്കാർച്ചി കഴിച്ചിട്ട് ഞാൻ പ്രോപ്പർ റിവ്യൂ പറയാം. അങ്ങനെ കാണത്തില്ല കക്കാർച്ചി കഴിച്ചിട്ടുള്ളത്. ട്രൈ ചെയ്യാൻ അങ്ങനെ അവന്മാര് ഫൈനലി പോവുകയാണ്. അവന്മാര് ഫുൾ പ്രിപ്പയർ ഒക്കെ ആയി. बहुत अच्छा था, बहुत मजा आया. अरे बहुत हॉस्पिटैलिटी थी इधर. तो बार नमस्कार मत मार. सेफली जाना, ठीक है. कमी नहीं थी. मतलब पता है ना, इतना हम्बल पर्सन कोई हो सकता है करके. अरे बहुत कुछ सीखने में मिला था. अरे मेरा बुक पढ़ लेना, बहुत सीख लेगा. അവന്മാരെന്റെ ബുക്കിന് വേണ്ടി പ്രീ ബുക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അവന്മാര് പറയുന്നതൊക്കെ സബ്ടൈറ്റിൽ കാണിച്ചിട്ടുണ്ട്. ഇവന്മാരത് ഇവിടുന്ന് അവന്മാർക്ക് ഇത്ര ലഗേജ് ഒക്കെ ഉണ്ട് കേട്ടോ. ചിപ്സ് എല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സാധനവും പിന്നെ കുറച്ച് അവർക്ക് പോകുന്ന വഴിയുള്ളത്. 12 മണിക്കൂർ കാണിക്കുന്ന പറഞ്ഞാൽ പോലും ആ ബൈക്കിൽ 15 മണിക്കൂർ എടുക്കും. ഒരു പ്രാവശ്യത്തേക്കുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അത്. നല്ല വേദന എടുക്കും. അപ്പോൾ എന്തെങ്കിലും ഹോപ്പി കാച്ച